ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅല ആലിഹി, അവിടുത്തെ ആലിൻ്റെ മേലിലും ഉണ്ടാവട്ടെ. അൽ ആലു, ആല് എന്ന് പറഞ്ഞാൽ അസ്ലുഹു അഹ്ലുൻ, അഹ്ലുന്നെ ഉണ്ടായിരുന്നത്. ബിദലീലി ഉഹൈലിൻ, ഉഹൈൽ എന്ന ദലീൽ കൊണ്ട് ഇങ്ങനെ തസ്സീറാക്കുമ്പോൾ അസിലേക്ക് മടക്കുന്നൊരു നിയമമുണ്ട്. ബാബുൻ ബുവൈബുൻ, നാബുൻ നുയൈബുൻ, എപ്പോഴും അസിലേക്ക് എന്ത് ചെയ്യും? മടക്കും. അപ്പോൾ ആ തസ്സീറാക്കുമ്പോൾ ഉവൈലല്ലേ പറയല്, ഉഹൈൽ എന്നാ തസ്സീറുണ്ട്. കൊച്ചു കുടുംബം എന്നുള്ളതിന് ഉഹൈൽ എന്നാ പറയാം. അപ്പം മനസ്സിലായി ഇതിൻ്റെ അസിൽ അഹിലാണ്. ഇപ്പോൾ കുലുബത്തിൽ ഹാ ഉ ഹംസത്തൻ, എന്നിട്ട് ഹായിനെ ഹംസയാക്കി മറക്കപ്പെട്ടേക്കാണ്. ഇത് കുർബിൽ മഹ്റജി, ഹാവും ഹംസയും തമ്മിൽ മഹ്റജിലെടുത്തതിന് വേണ്ടി. ഹൽക്കിൻ്റെ അങ്ങേയറ്റല്ലേ ഹാവും ഹംസി. പിന്നെ സുമ്മ ബുദ്ധിലത്ത് ബിൽ അലിഫി, പിന്നെ അലിഫോണ്ട് എന്താട്ടി പാരമാക്കപ്പെട്ടു. അഹ്ല് എന്നുള്ളതിനെ അഹ്ല് എന്നാക്കി, അഹ്ല് എന്നുള്ളതിനെ എന്താക്കി അലിഫാക്കി മറിച്ചുകൊണ്ട് ആല്. പിന്നെ ഇനി എന്താ അതിന് മായന? അഹ്ലുർ റജുലി, ഒരു റജുലിൻ്റെ അഹ്ലുകാർ പറഞ്ഞാൽ അഹസുൻ നാസി ബിഹി കറാബത്തൻ, കുടുംബത്തിനാൽ ഇയാളോട് നാസിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ഹാസായവർക്കാണെന്ന് പറയാം. പിന്നെ അഹ്ലുർ റജുലി എന്ന് പറയാം. ഫഖീല അൽ ആലു ഫിൽ ലുഗത്തി അഷ്ഖ്സു, ഭാഷയിൽ ആൽ എന്ന് പറഞ്ഞാൽ വ്യക്തിത്വം എന്നാണ് അർത്ഥം. ഇപ്പോൾ സുമ്മിയൽ ഔലാദു ബിദാലിക, ഒരു വ്യക്തിയുടെ ഔലാദിനിക്ക് എന്തറിയാണ് ആല് എന്ന് പറയപ്പെട്ടിരിക്കുകയാണ്. ലിയന്നോ ഹർജു മിൻ ഷഖ്സിഹി, അയാളുടെ വ്യക്തിയിൽ നിന്നാണല്ലോ ഏത് പുറപ്പെടുന്നത്, വ്യക്തിത്വത്തിൽ നിന്നാണല്ലോ, അദ്ദേഹത്തിൻ്റെ ആ ഷഖ്സിൽ നിന്നാണല്ലോ ഏത് പുറപ്പെടുന്നത്. മക്കൾ വരുന്നത് ഇല്ലല്ലോ, മക്കൾക്ക് എന്ത് പറയാണ്? ആല് എന്ന് പറയാണ്. കാരണം ആല് എന്ന ഷഖ്സ് എന്നാണ്. പിന്നെ കാലു ബത്തുലു ഫുലാൻ എന്ന് പറയും. ബത്തുനു ഫുലാൻ എന്ന് പറയും ലില്ലദി ഖറജുമിൻ ബത്തുനിൻ വാഹിദിൻ, ഒരൊറ്റ വയറ്റിൽ നിന്ന് വന്ന കുട്ടിയൊക്കെ എന്താ പറയും? ബത്തുനു ഫുലാൻ എന്നറിയും. യഥാർത്ഥത്തിൽ ഔലാദ് ഫുലാൻ എന്നാണ് പറയേണ്ടത്. പക്ഷെ ബത്തുനു ഫുലാൻ എന്ന് പറയാൻ കാരണം ബത്തുനിൽ നിന്നാണ് വന്നതിലേക്ക്. എന്നാൽ ഷഖ്സിൽ നിന്നാണ് വന്നതിലേക്ക് ഷഖ്സിൻ്റെ മാൻ ആല് നിന്ന്, ഇപ്പോൾ ആല് ഫുലാൻ. വമിൻഹാഹുന, അതുകൊണ്ട് തന്നെ കീല പറയപ്പെട്ടിരിക്കുന്നു, ഇന്ന കുല്ലം മിന്നുമ അസ്ലും ബിറസിഹി, അസ്ലു ആല് വേറെ അഹ്ല് വേറെ, സ്വന്തമാണ്. അല്ലാതെ ആല് ആഹ്ല് ആലാക്കല്ല. അസ്ലൊന്ന് വേറെ അഹ്ലൊന്ന് വേറെ ആലൊന്ന് വേറെയാണ് എന്ന് കീല. ഇങ്ങോട്ട് പോലും പറയണ ഖിയാസു തസ്സീരിഹി, ആലിൻ്റെ തസ്സീറിൻ്റെ ഈ നിയമപ്രകാരം വേണ്ടത് ഉവൈലുൻ ഉവൈല് എന്നാണ്. അപ്പോൾ ശരിക്കും ഉവൈല് ഉണ്ടായിരുന്നത്. അപ്പോൾ മറ്റേ ചോദ്യം മറുപടിയാണത്. അങ്ങനെയാണെങ്കിൽ എന്നാൽ പിന്നെ ആല് വേറെയും അഹ്ല് വേറെയാണെങ്കിൽ അഹ്ലിൻ്റെ അസ്ല് ഉഹൈലും ആലിൻ്റെ അസ്ല് ഉവൈലും അല്ലേ വരേണ്ടത്. അതിന് പറയാൻ അങ്ങനെ തന്നെയുണ്ട് ഉവൈലിൻ്റെ ഉണ്ടായിരുന്നത്. ലാക്കിൻ കുലുബത്തിൽ വാവുൽ മദ്മൂം മാക്കബുലഹ, മാക്കബുൽ മദ്മൂമായ വാവിന് മറിക്കപ്പെട്ടേക്കാണ്, ഹംസത്തിന് മറിക്കപ്പെട്ടേക്കാണ്. അപ്പോൾ എന്തായി? ഉഹൈലാക്കി. സുമ്മൽ ഹാവു, പിന്നെ സുമ്മ ഹാൻ, പിന്നെ ഹായിട്ട് മറിക്കപ്പെട്ടു. അങ്ങനെ ഉഹൈലായതാണ്. ഇസ്തിമാലുൽ ആലിഫിൽ അഷ്റാഫി ഹാസത്തൻ, ഈ ആല് എന്ന പ്രയോഗം അഷ്റാഫിൽ ഉണ്ടാവുള്ളൂ. ഹാസത്തൻ, ഹാസ നിലയിൽ അഷ്റാഫിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മുടെ കുടുംബത്തിനൊന്നും അറിയില്ല, ആലി എന്ന് അറിയില്ല, എൻ്റെ ആല് അറിയില്ല. ഇപ്പോൾ ഓരോ സെയ്ദിനെ പറ്റി ആലു സെയ്ദിന്ന് അറിയില്ല. ഈ സെയ്ദിന് എന്തെങ്കിലും മഹത്വം വേണം. അപ്പോൾ ഉത്തരവിന് ആലു നബി എന്ന് അറിയാം. നബിക്ക് നബി എന്നുള്ള മഹത്വം ഉണ്ടായതുകൊണ്ട് ദുനിവേ സർഫായാലും മതി. ഇതിപ്പോൾ ആര് ഫിർഔൻ അറിയാം. ഫിർഔനിപ്പം അള്ളാഹിൻ്റെ അടുത്ത് മാത്രമല്ലെങ്കിലും ജനങ്ങളും അനന്ത് കാണും, രാജാവായിട്ട് കാണുന്നുണ്ടല്ലോ. എന്ന മാതിരി ആലു ഇമ്രാൻ, അദ്ദേഹം എന്തായിരുന്നു? അദ്ദേഹത്തിൻ്റെ കാലത്ത് ഒരു വലിയ മഹത്വമുള്ള അഗ്രഗണ്യനായിരുന്നു ഇമ്രാൻ എന്നവർ. അതുകൊണ്ട് അദ്ദേഹത്തെ ആലു ഇമ്രാൻ എന്ന് പറയുന്നത്. അപ്പം ഈ ആലിൻ്റെ മുളഫിൽ എന്താവണം? ഒരു ഷറഫുള്ള ആളാവണം. ഇപ്പോൾ സഹബിഹി, സഹബിൻ്റെ മേലുണ്ടാവട്ടെ. സഹബ് ജമ്മു സാഹിബിൻ, സാഹിബിൻ്റെ ജമ്മാണ് സഹബ്. അതിപ്പോൾ എങ്ങനെ ഫായിലിൻ്റെ ജമ്മ് ഫായില് എന്ന് വരല്? അത് അങ്ങനെ വരലുണ്ട്. റഖ്ബി ജമ്മു റാക്കിബിൻ, റാക്കിബിൻ്റെ ജമ്മാണല്ലോ റഖ്ബ്. ആ റഖ്ബ് ഇപ്പം വന്നില്ലേ എന്ന മാതിരി റാക്കിബ് തന്നെ വാഹനയാത്രക്കാരൻ, റഖ്ബ് തന്നെ വാഹനയാത്രക്കാർ എന്ന പറഞ്ഞ മാതിരി വന്നൊക്കെയാണ് ഏത്? പിന്നെ സ്വാഹിബ് എന്നുള്ളതിന് സഹബ് വന്നത്. ഇപ്പോൾ സ്വഹാബത്തു, ഈ സ്വഹാബാക്കൾ പറഞ്ഞാൽ ആരാണ്? ഹുമുൽ മുസ്ലിമൂൻ അല്ലദീന, യാദത്തര മുസ്ലിമീങ്ങളാണ്. താലത്ത് സ്വഹബത്തുഹും മാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് അഭിപ്രായമുണ്ട് ആ കാര്യത്തിൽ കേട്ടോ. ഒരു സെക്കൻഡ് സ്വഹബത്തുണ്ടായാലും മതി, ചിലർ കാണണമെന്ന് പലയാതെ അഭിപ്രായമുണ്ട്. എന്നാൽ ഈ നമ്മൾ മുസ്ലിം പറഞ്ഞെങ്ങനെയാണ്? സ്വഹബത്തുണ്ടായാൽ മാത്രം പോരാ, സഹവാസം ദീർഘിക്കണം. മാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്തരത്തിലുള്ള സഹവാസം
മാത്രമല്ല മാത്തു അലൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ പേര് മരിക്കും വേണം. കുറേ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, മരിച്ചപ്പോൾ കഫറായി ചത്ത് പോയതുണ്ട്. ഓരോന്നതാക്കി കൂട്ടൂല, സഹാബിയാക്കി കൂട്ടൂല. മാത്രമല്ല ഒരുമിച്ച് കൂടുന്ന കാലത്ത് സഹാബിയാവും വേണം. കാബിൽ റളിയല്ലാഹു മുസ്ലിമായി മരിച്ചിരിക്കണ്. റസൂലുള്ളാഹിന്റെ കാലത്ത് അയാത്തിലും ഉണ്ട്, പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, റസൂലുള്ളാഹിനോട് അന്ന് വിശ്വസിച്ചിട്ടില്ല. റസൂലുള്ളാഹിന്റെ അയാത്ത കാലത്ത് ഉപരി അയാത്തിലുണ്ട്, പക്ഷേ റസൂലുള്ളാഹിനോട് ഉപരി വിശ്വസിച്ചിട്ടില്ല. പിന്നെ പിൽക്കാലത്ത് മൂപ്പര് മുസ്ലിമായി, പിന്നെ മുസ്ലിമായി മരിച്ചു ചെയ്തിട്ടുണ്ട്. പക്ഷെ സഹാബീന്റെ സ്ഥാനമല്ല, താബിഈയാണ്. പിന്നെ ജല ഷർത്ത് വെച്ചില്ല, തൂല സുഹബത്തി, സഹവാസം ദീർഘിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. വൽബാദു, വേറെ ചില ആളുകള് ഷർത്ത റിവായത്തമാഹു, സഹവാസത്തിന് പുറമെ ഹദീസ് റിപ്പോർട്ട് ചെയ്യണമെന്ന് ഷർത്ത് വെച്ചിട്ടുണ്ട്. അയലൻ സുഹബത്തിന് പുറമെ മനസ്സിലായില്ലേ. അപ്പോൾ നാസിരിഹി, തങ്ങളെ നാസിറിൻ്റെ മേലുണ്ടാവട്ടെ. ഈ നാസിർ ദീനി, തങ്ങളെ സഹായിക്കാൻ തന്നെ, തങ്ങൾക്ക് ഇവിടെ ചായ വാങ്ങി കൊടുക്കുക എന്നല്ല, തങ്ങളുടെ ദീനെ സഹായിക്കുക എന്നാണ്. ഈ ദീനെ സഹായിക്കാൻ തന്നെ മുത്തനബിന് നീക്കി വന്നാൾ വരല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യണത് ഇത് തന്നെയാണ്, ദീനിനെ സഹായിക്കലല്ലേ. എവിടെ ഈ കിതാബ് ഓതാ പഠിച്ച എന്നൊക്കെ പറഞ്ഞ പരിപാടിയൊക്കെ ആണോ. ഈ നാസിർ എന്ന അമരത്തിനാണ് ബദല ജഹുദഹു, തൻ്റെ പ്രയത്നം മുഴുവനും നൽകി ഫീമിനൽ ഉലമായി ആലിമീങ്ങളാൽ ഇസ്തിംബാത്തിൽ അഹ്കാമി തഖ്രീജിഹ, ഹുക്മുകളെ ഗവേഷണം ചെയ്തെടുക്കുന്നതിലും അതിനെ പുറപ്പെടുവിച്ചെടുക്കുന്നതിലും തദ്വീനി മസായിരി തർവീജിഹ, മസലകളെ ഏടാക്കുന്നതിലും അത് ചെലവഴിക്കുന്നതിലും ഒക്കെ പ്രയത്നം നൽകുന്നതായ ഉലമാവിൻ്റെ പേരാണ് എന്ത്, നാസിറുദ്ദീൻ, ദീനെ സഹായിക്കുന്ന ആളുകൾ, മുത്തനബിൻ്റെ ദീൻ. പിന്നെ മുഹിബിഹി, തങ്ങളുടെ മുഹിബിനും സ്വലാത്തു സലാം ഉണ്ടാവട്ടെ. മുഹിബ് കാരണം ഒരു മുസ്ലിമുല്ലതി, ഒരു മുസ്ലിമാണ്, അല്ലതി ആദരത്തനായ ഹിബുഹു, നബിയെ അയാൾ പ്രേമിക്കുന്നുണ്ട്. സമീമി കൽബിഹി, കലർപ്പില്ലാത്ത ഹൃദയം കൊണ്ട്, ഹുറൂസ എത്തിക്കാദിഹി, വളരെ സംശുദ്ധമാതാരിക്കുന്ന എത്തിക്കാതോടുകൂടെയും സമീമുൽ കൽബോടുകൂടെയും ഹാലിസായ കൽബോടുകൂടെയും റസൂലുള്ളാഹിനെ പ്രേമിക്കുന്ന ആള് എന്നാ മുഹിബുൻ നബിയാണ്. വിഷയത്തിൽ കിടക്കുകയാണെങ്കിൽ മുൽ മആനി